ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തനിനാടൻ കൂൺ മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിവിടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ കൂണാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കൂൺ മസാലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം ഈ കൂണൊന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കൂൺ വൃത്തിയാക്കാൻ പറ്റും. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇളം ചുടുവെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വൃത്തിയാക്കി വെച്ച കൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നല്ല പോലെ കഴുകിയെടുക്കുക. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തത് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണമെല്ലാം മാറി ഉള്ളിയെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ച കൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കൂണിൽ തന്നെ ഇത് വേവാനുള്ള വെള്ളം ഇത് ഇറങ്ങിക്കോളും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കൂൺ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൺ മസാലക്കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം.